സാർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ജന്തർ മന്ദിറിൽ നടന്ന സമരകോലാഹലങ്ങൾ ദക്ഷിണേന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യയെ മൊത്തത്തിൽ തന്നെ ഇളക്കി മറിച്ച സംഭവമാണ്. ആഗോള വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത തന്നെയാണത്. ഏതാണ്ട് 36 ദിവസം നീണ്ട പാറ്റാ സമരം, നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ വിദ്യാർത്ഥികൾ ജന്തർ മന്ദിറിൽ നടത്തിയ സമരം, അതിന് സാമൂഹ്യ പ്രവർത്തകയായ വാങ്ചുങ് അവർ വരെ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരരംഗത്തുണ്ടായിരുന്നു, നിരാഹാരം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അവർ നിരാഹാരം അവസാനിപ്പിക്കുന്നതെല്ലാം നമ്മൾ കണ്ടു. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ കോക്രോച്ച് ജനതാ പാർട്ടി CJP എന്ന് പറഞ്ഞ പാർട്ടി പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഒന്നൊഴിയാതെ അവർ 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചത്. ഒന്ന്, നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. 2, ഈ സമരവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നേരെ എടുത്തിട്ടുള്ള എല്ലാ കേസുകളും പിൻവലിക്കണം. മറ്റൊന്ന്, ഈ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മനം നൊന്ത് ഏതാണ്ട് 20ഓളം കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകണം. ഇത്തരം എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന് അംഗീകരിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ രാജിവെപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ജനാധിപത്യപരമായ രീതിയിൽ കുട്ടികൾ നടത്തിയ ഈ സമരത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. അഥവാ ജനാധിപത്യത്തിൻ്റെ വിശുദ്ധിയും മൂല്യവും ഉയർത്തി കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കുട്ടികളുടെ സമരവുമായി സമരസപ്പെട്ടു ഒത്തുതീർപ്പുണ്ടാക്കി, കുട്ടികളുടെ ഭാഗം മനസ്സിലാക്കി. അങ്ങനെ ആ വിഷയത്തിൽ യഥാർത്ഥമായ ഒരു ജനാധിപത്യത്തിൻ്റെ വിജയമാണ് അവിടെ കണ്ടത് എന്നൊക്കെ നമുക്ക് പറയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജന്തർ മന്ദിറിൽ കുട്ടികൾക്ക് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം ഇരിക്കുന്ന കാഴ്ചയെല്ലാം നാം കണ്ടു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം ഈ ജന്തർ മന്ദിറിൽ സമരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, അവസാന നാളുകളിൽ. പിന്നീട് കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുള്ള സമരത്തിലേക്കുമെല്ലാം ഇവരുടെ പങ്കാളിത്തം നമ്മൾ കണ്ടു. അവരെ പിന്നീട് പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതും കണ്ടു. അന്ന് രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് MP-മാരായ ജോൺ ബ്രിട്ടാസും അതുപോലെ A.A. റഹീമുമെല്ലാം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ പിണറായി വിജയൻ 2 വട്ടമാണ് കേരളം ഭരിച്ചത്, ഏതാണ്ട് 10 വർഷക്കാലം. അന്ന് PSC ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നടന്ന സമരം ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നുണ്ട്. ഈ PSC സമരവുമായി ബന്ധപ്പെട്ട് റാങ്ക് ഹോൾഡേഴ്സിന് പോലും ജോലി കിട്ടാത്തൊരു സാഹചര്യത്തിൽ അവർ മുട്ടിലിഴഞ്ഞു സമരം നടത്തുന്നുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് മുന്നിൽ മണ്ണുവാരി തിന്നുന്നുണ്ടായിരുന്നു. സംസ്ഥാനത്തും അങ്ങനെ നടന്നിട്ടില്ല. അതെ, പ്രതീകാത്മകമായി മണ്ണുവാരി കഴിക്കുന്നു. ഇനി ഞങ്ങൾക്ക് എന്താണ് രക്ഷ, എന്താണ് ഞങ്ങളുടെ ഉപജീവനം? അതുപോലെ തന്നെയായിരുന്നു ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ രാപ്പകൽ സമരം. രാപ്പകൽ സമരം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് 1.5 വർഷത്തോളം നീണ്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. മുടിമുറിച്ചും മുട്ടിലിഴഞ്ഞും അതുപോലെ പൊരിവെയിലത്തും പെരുമഴയത്തും എല്ലാം സമരം ചെയ്ത സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ജോൺ ബ്രിട്ടാസിനെയോ A.A. റഹീമിനെയോ ഒന്നും കണ്ടില്ല. ഇപ്പോഴും അവിടെ PSC ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളിൽ ഇവരൊന്നും പ്രതികരിച്ച് നാം കണ്ടില്ല. അപ്പോൾ ജന്തർ മന്ദിറിൽ പാർട്ടി പാർട്ടിക്ക് പിന്തുണ കൊടുത്തതോ അല്ലെങ്കിൽ ആ കുട്ടികളുടെ സമരത്തിൻ്റെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോ ഒന്നും നമ്മൾ തെറ്റാണെന്ന് പറയുന്നില്ല. എന്നാൽ ഇവർ ഈ കേരള സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം അക്രമങ്ങളും അനീതികളും കാണാതെ രാഷ്ട്രീയ പ്രേരിതമായി രാഹുൽ ഗാന്ധി എല്ലാം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ വക്താക്കളാണ് ഞങ്ങളും എന്നുള്ള രീതിയിൽ തന്നെ അവിടെ സമരപന്തലിൽ അണിനിരുന്നപ്പോൾ ഇവിടെ കേരളത്തിൽ റാങ്ക് ഹോൾഡേഴ്സായ വിദ്യാർത്ഥികളെ ഇവരെന്തുകൊണ്ടാണ് മറന്നുപോയത്? എന്തുകൊണ്ടാണ് ഇവർ കേരളത്തിലേക്കൊരു സമരം നയിക്കാത്തത്? എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? പ്രദീപ്, ഇതിനെ വിലയിരുത്താൻ മാത്രമൊന്നുമില്ല. കാരണം ഇപ്പോൾ പിണറായി വിജയൻ്റെ മുമ്പിൽ അല്ലെ CPM-ൻ്റെ മുമ്പിലുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. തങ്ങളുടെ അസ്തിത്വം, തങ്ങളും കേരളത്തിലെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്ന് നാട്ടുകാരോട് പറയണം. വേറെ ഒരു മാർഗവുമില്ല. ഇവരുടേതായ എല്ലാ മാർഗവും നിയമസഭയിൽ പല വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള പരിപാടികളും മുന്നോട്ട് കൊണ്ടുവന്നു. സതീശിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. അങ്ങനെ പല കാര്യങ്ങളിലും
രാഹുൽ ഗാന്ധിയെ പപ്പു മോനൊക്കെ വിളിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇവർക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മാത്രമല്ല നിൽക്കാനുള്ള കഴിവ് പോലും തകർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വീണ് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്ന പോലെ കോക്രോച്ച് പാർട്ടി CJP ചില പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ട് അല്ലെ തുടർച്ചയായി എൻട്രൻസ് ടെസ്റ്റിൽ പരാജയപ്പെടുകയും എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നതിൽ പരാജയപ്പെടുകയും ചോദ്യപേപ്പർ ലീക്കാവുകയും എന്നാൽ ലീക്കായി എന്ന് പറയാൻ പറ്റില്ല, വേണ്ടപ്പെട്ടവർക്ക് മാത്രം ലീക്കായി കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അറിയപ്പെടുന്ന വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയൊക്കെ ഭരിക്കുന്ന SFI ഉണ്ട്, ISA ഉണ്ട്, മറ്റേ KSU ഉണ്ട്, ഇങ്ങനത്തെ വിദ്യാർത്ഥി NSU ഉണ്ട്. ഇങ്ങനത്തെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഇവരെല്ലാം വലിയ വിപ്ലവ സംഘടനകളാണെന്നാണ് പറയുന്നത്. SFI ഒക്കെയാണ് ചെഗുവേരയുടെ ജേഴ്സി ദേഹത്തുനിന്ന് അഴിച്ചു വയ്ക്കണ പ്രശ്നമില്ല. അത്രയ്ക്ക് വലിയ വിപ്ലവകാരികൾ ഉണ്ടായിട്ട് ഈ പരീക്ഷാരംഗത്ത് മിനിമം പരീക്ഷാരംഗത്ത് ഇത്രയും കുഴപ്പങ്ങളുണ്ടായിട്ട് ഒന്ന് ഉറക്കെ ശബ്ദിക്കാൻ, ഒന്ന് ഉറക്കെ കരയാൻ എങ്കിലും ഇവർക്ക് സാധിച്ചില്ല. പക്ഷേ ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടി വരികയും വാങ്ങിച്ചൊക്കെ സത്യാഗ്രഹം തുടങ്ങുകയും മറ്റു അഭിജിത്തുകൾക്കുൾപ്പെടെയുള്ള കുട്ടികൾ അതിൻ്റെ എന്തുകൊണ്ട് സമരം ചെയ്യുന്നു എന്ന് ജനങ്ങളോട് മനസാക്ഷിയുടെ ശബ്ദത്തിൽ വിശദീകരിച്ചപ്പോൾ ഇന്ത്യയിലെ പൗരസമൂഹം ശ്രദ്ധിച്ചു. ആ ശ്രദ്ധ മോഡിയെ പിടിച്ച് കുലുക്കി. ഇവരാണെങ്കിലോ ആ കുട്ടികൾക്ക് കിട്ടിയ പിന്തുണ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പിന്നെ ഇവരൊക്കെ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്? അല്ല, അപ്പോൾ ഇവർക്ക് അതിൻ്റെ കൂടെ ഒപ്പം നിൽക്കണോ വേണ്ടയോ? ഇതേ അനുഭവം തന്നെ 77 ജനതാ പാർട്ടിയുടെ കാലത്തും ഉണ്ടായി. ജനതാ പാർട്ടി ഉണ്ടായ സമയത്ത് പിള്ളേരാണ് സമരം ചെയ്യുന്നത്. ഗുജറാത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് സമരം തുടങ്ങുന്നത്, ചിവൻഭായ് പട്ടേലിനെതിരായിട്ട്. പക്ഷെ അവസാനം ചിവൻഭായ് പട്ടേലിനെ വരെ ഇവർക്ക് ജയ് വിളിക്കേണ്ടി വന്നു. കാരണം എല്ലാ പ്രതിപക്ഷങ്ങളോട് യോജിച്ച് സമരം അങ്ങ് ഏറ്റെടുത്തു. പിള്ളേരുടെ പ്രസക്തി അവിടെ ഇല്ലാതായി. അതേ മാർഗം തന്നെ ജയപ്രകാശിനെ പോലും അവസാനം തള്ളിക്കളഞ്ഞു. മൊറാർജി ദേശായിയും ചരൺ സിംഗും രാജ്നാരായണനും അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് പാർട്ടിയുടെ നേതൃത്വം പോയി. അല്ലെ 77 ജനതാ സമരത്തിൻ്റെ ലീഡർഷിപ്പ് അവരുടെ കയ്യിലേക്ക് പോയി. അതോടുകൂടി അത് തീർന്നു. ജനതാ സ്പിരിറ്റ് തീർന്നു, അധികാരത്തിൻ്റെ സ്പിരിറ്റായിട്ട് മാറി. അത് തന്നെ CJP ആം ആദ്മിക്ക് പറ്റി. ഡൽഹിയിൽ ഒത്തിരി നേതാക്കന്മാർ കയറി വരും. ഇവിടെ CJPയിലെ ആയാലും വളരെ പെട്ടെന്ന് 35 ദിവസം കൊണ്ട് തീർന്നുകൊണ്ട് ഇവരുടെ കയ്യിലേക്ക് അത്രയും പോയില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വം ഈ സമരത്തെ ഹിജാക്ക് ചെയ്തതിനെ സമരം ജയിച്ചാലല്ലോ അവർക്ക് പ്രശ്നമല്ല, ഞങ്ങളും സമരത്തിനുണ്ട്, ഞങ്ങൾ മോഡിയെ എതിർക്കുന്നു എന്ന് കാണിക്കാൻ. അല്ലാതെ എന്ത് അവസരം കിട്ടുന്നുണ്ട് ഇവർക്ക്? മോഡിയെ എതിർക്കാൻ 100 അവസരമുണ്ട്. എതിർക്കുന്നുണ്ടോ? എന്താ എതിർക്കാത്ത? ഇപ്പോൾ വിഴിഞ്ഞത്ത് മിണ്ടാൻ പറ്റിയില്ല, കാരണം 2 കൂട്ടരും വിഴിഞ്ഞത്തെ സപ്പോർട്ട് ചെയ്തവരാണ്. അപ്പം ഓരോ തെറ്റും ഇവരെല്ലാവരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് മോഡിയെ എതിർക്കാൻ പറ്റില്ല. അപ്പോൾ മൂന്നാമതൊരാൾ വന്നപ്പോൾ അവരുടെ പുറകിൽ കയറുന്ന മുദ്രാവാക്യം വിളിക്കാനുള്ള കുടില തന്ത്രം മാത്രമായിട്ട് എനിക്ക് കാണാൻ പറ്റും. അല്ല, അവരുടെ എന്താണ് ഈ വാര്യരുടെ വെട്ടത്തിൽ എംബ്രാൻ്റെ അത്താഴോട്ടെന്ന് പറഞ്ഞ ഒരു ചൊല്ലുള്ളതുപോലെ ഇപ്പോൾ CJP പിള്ളേരുടെ സമരം അങ്ങ് ഏറ്റെടുത്ത് ഇവർ എന്താണ് ജനകീയ ശ്രദ്ധ ആകർഷിക്കാം, അങ്ങനെ ഇവരുടെ ഒരു സമരമായി അതിനെ മാറ്റാം, അല്ലെങ്കിൽ പ്രതിഷേധമായി മാറ്റാം, കേന്ദ്ര സർക്കാരിനെതിരെ ശക്തിയുക്തം പ്രതിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും അത് ചീറ്റി. ആ സമയം അത് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. ഈ PSC പിള്ളേരും അത് റാങ്ക് ഹോൾഡേഴ്സിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ തന്നെയല്ലേ ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന സമാനമായിട്ടുള്ള വിഷയത്തിൽ അവിടെ ആഹോ ഇവിടെ ഓഹോ എന്നുള്ള മട്ടിൽ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് വിഷയം. അപ്പോൾ രാഷ്ട്രീയമായ നേട്ടം മാത്രമാണ് ഇതിലൊക്കെ നേട്ടം, അല്ലാതെ ശാശ്വതമായ പരിഹാരം അല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഏതൊരു ചർച്ചയിൽ കേട്ടതും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നിലപാടും അത് തന്നെയാണ്. ഒരാൾക്ക് ഒരു വിഷമമുണ്ടെന്നറിയുമ്പോൾ, സഹജീവിക്ക് ഒരു പ്രശ്നമുണ്ടെന്നറിയുമ്പോൾ ആ സഹജീവിയുടെ പ്രശ്നത്തിൽ അനുദപിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നതാണ് ഒരു രാഷ്ട്രീയം. അതാണ് രാഷ്ട്രീയ നിലപാട്. മറ്റെല്ലാം കക്ഷി രാഷ്ട്രീയമാണ്. കൊടിയുടെ നിറവും അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു സഹജീവിക്കുണ്ടാകുന്ന ഒരു വിഷയത്തിൽ, ഒരു പ്രശ്നത്തിൽ നമുക്കുണ്ടാകുന്ന അനുതാപം, ആ അനുഭാവം, അതാണ് രാഷ്ട്രീയ നിലപാട്. ഈ നിലപാടില്ലാത്ത ആളുകൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ PSC പരീക്ഷാ ക്രമക്കേടുകൾ അല്ലെങ്കിൽ PSC റാങ്ക് ഹോൾഡേഴ്സിന് ജോലി കിട്ടാത്തവർ അവരുടെ പ്രതിഷേധ സമരം കണ്ടില്ല എന്ന് നടിക്കുന്ന ആളുകൾ, മുട്ടുമുറിച്ചും മുട്ടിലിഴഞ്ഞും മുടി മുറിച്ചും മുട്ടിലിഴഞ്ഞും സമരം ചെയ്യുന്ന ആളുകളുടെ വികാരം മനസ്സിലാക്കാതെ ജന്തർ മന്ദിറിലുള്ള പാർട്ടി പാർട്ടിയുടെ മാത്രം വികാരം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ പഴുതാരകൾ അതേ മനസ്സിലാവുള്ളൂ. അതെ, തീർച്ചയായും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സമരങ്ങൾ അവിടെ വളച്ചൊടിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധിയും ജോൺ ബ്രിട്ടാസും AR റഹീമും എല്ലാം അത്തരത്തിൽ ഈ എന്താണ്
പാറ്റകളുടെ സമരം ഏറ്റെടുത്ത് അതിൽ ഈ വാര്യരുടെ വെട്ടത്തിൽ എംബ്രാൻ്റെ അത്താഴകൂട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു രീതിയാണ് അവിടെ നടപ്പാക്കിയത് എന്ന് വേണ്ടേ നമ്മൾ ഇതിലൂടെ അനുമാനിക്കാൻ? അല്ല, സ്വന്തമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ ഇവർ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇവരുടെ അസ്തിത്വം, ഇവർ ജീവിച്ചിരിക്കുന്നു കാണിക്കണ്ടേ, ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നു എന്ന് കാണിക്കണ്ടേ? അതെ, അതാണ് സാറ് പറഞ്ഞാൽ അതിൻ്റെ. അപ്പോൾ അതിനുള്ള ഏക മാർഗ്ഗം വീണ് കിട്ടിയ അവസരം. ഞങ്ങളിവിടെ ഉണ്ട്, ഇപ്പോഴും ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഇവിടെ നോക്കി പല തരത്തിൽ നോക്കി, പല ഏതെങ്കിലും കാണുന്ന പല KSRTC-കാരനെ തല്ലൊഴിക്കാനോ സ്റ്റേറ്റ് കാർ കല്ലെറിയാനോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇവരെ കൊണ്ട്. വേറെ അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കാൻ പറ്റുന്ന കെൽപ്പുള്ള അല്ലെ വീക്ഷണമുള്ളൊരു സംഘടനയില്ല. സതീശൻ ശ്രമിച്ചാൽ സതീശനെ എല്ലാവരും കൂടെ വലിച്ച് താഴെയിടും. ശ്രമിച്ചാൽ അതിനെല്ലാവരും കൂടും. അങ്ങനെ ശ്രമിക്കാൻ പറ്റണമെങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രസംഗം വരെ ഒരു ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. കാരണം അമ്മ മക്കൾക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം, മക്കൾക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൽ സ്ത്രീവിരുദ്ധം എന്താണ്? പെൺകുട്ടികളുടെ പേരെടുത്ത് പറഞ്ഞില്ല. മക്കൾ എന്ന് പറയുമ്പോൾ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം പെടുന്നില്ലേ? ഇത്രത്തോളം അവധാനതയില്ലാതെ ഓരോ വിഷയങ്ങളെ സമീപിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അങ്ങനെ ഇല്ലാത്ത ഇഷ്യൂസിനെ എങ്ങനെയെങ്കിലും ഇഷ്യൂ ആക്കണം, അതേ അവർക്ക് ആവശ്യമുള്ളൂ. അമ്മമാരും മക്കൾക്കും പറഞ്ഞു കൊടുക്കണം. എന്താ നല്ലോണം പാകം ചെയ്യാൻ പാചകകല പറഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അത് തെറ്റായിട്ടാണ് പറയുന്നത്. അതിന് ബുദ്ധിജീവികൾ വരെ അതിനെ അനുകൂലിച്ചു. സ്ത്രീവിരുദ്ധ പരാമർശം, അത് സ്ത്രീവിരുദ്ധമാണെന്നാണ് പറഞ്ഞത്. മക്കൾക്ക് പകർന്നു കൊടുക്കണം എന്ന് പറഞ്ഞു. മക്കൾ എന്ന് പറയുമ്പോൾ അതിൽ ആൺമക്കൾ മാത്രമാണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആൺമക്കൾക്ക് മാത്രം അമ്മ നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കണമെന്ന് വി ഡി സതീശൻ എവിടെയും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അല്ല, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പഠിപ്പും മര്യാദയൊക്കെ ഉണ്ടെന്ന് അവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഇവർ പറയുന്നത്. അല്ല, നമ്മൾ പറയുന്നത് മക്കൾക്ക് നല്ല പാഠങ്ങൾ ഉപദേശിക്കുക, ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ധർമ്മമാണ്. അതിപ്പോൾ ഇനിയിപ്പോൾ ഈ ന്യൂജൻ കൾച്ചർ വരുമ്പോൾ അത് വേണോ എന്നുള്ളത് നമുക്കറിയില്ല. അല്ല, ഞാൻ ഒരു രസമുള്ള ഇതുണ്ട്, ശിവൻകുട്ടിയെ ക്യാരക്ടറായിട്ട് കാണിക്കുന്ന വീഡിയോ ആണ്. വനിതാ ബുദ്ധിജീവികളുടെ KR മീരയൊക്കെ ഉൾപ്പെടെ ശാരദക്കുട്ടിയൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ ആഹ്വാനം കേട്ടപ്പോഴത്തേക്കും പെൺകുട്ടികൾ മാത്രം അടുക്കള ജോലി ചെയ്താൽ പോരാ, പാചകകല പഠിക്കണം, ശിവൻകുട്ടി ചട്ടുവും ഒക്കെ ചണ്ടിയൊക്കെ ആയിട്ട് ശിവൻകുട്ടി പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. അല്ല, ഈ എല്ലാ കലകളും ഇപ്പോൾ 64 കലകളുണ്ടെന്നാണ് പറയുന്നത്. അതിലൊരു കലയാണ് പാചകം. അപ്പോൾ ഒരു പാചകം എന്ന കല മറ്റുള്ള കലയേക്കാൾ കുറച്ചുകൂടി ശ്രേഷ്ഠമാണ്. കാരണം ആ കല അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി ഭക്ഷണം വേവിച്ച് കഴിക്കാനെങ്കിലും പറ്റും. അപ്പോൾ അതിന് ആരും ഒരു കുറച്ചിലായിട്ട് ആണുങ്ങൾക്ക് പാചകം അത്യാവശ്യം കട്ടൻ ചായ ഉണ്ടാക്കാനൊക്കെ നമുക്കും അറിയാം. അപ്പോൾ പാചകം എന്ന് പറഞ്ഞാൽ അതൊരു കല തന്നെയാണ്. മറ്റുള്ളവർ കഴിക്കുമ്പോൾ 2 സ്ത്രീകൾ ഉണ്ടാക്കിയാൽ 2 തരത്തിൽ വരും. അതെ, മറ്റുള്ള ആളുകൾ നമ്മളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കത് രുചിഭേദത്തോടുകൂടി തിരിച്ചറിയാനും രുചിയോടുകൂടി കഴിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ ആ കലയിൽ നമ്മൾ നിപുണനാണെന്ന് മനസ്സിലാക്കാം. അത് അല്ലെങ്കിൽ സ്വന്തം പട്ടിണി കിടക്കാതിരിക്കാനുള്ള അവസ്ഥയിലേക്കെങ്കിലും ഒരു കറി ഉണ്ടാക്കാനോ ഒക്കെ അറിഞ്ഞിരിക്കണം നല്ലതാണ്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അറിഞ്ഞത് നല്ലതാണ്. വി ഡി സതീശനെ അക്കാര്യത്തിൽ വിമർശിക്കുന്ന ആളുകൾ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന് പറയുന്നത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതെന്തുമാട്ടെ, അപ്പം ഇത്തരം കാര്യങ്ങൾ അവധാനതയോട് പഠിക്കാതെ എവിടെയെങ്കിലും രാഷ്ട്രീയമായി നമുക്കൊരു നേട്ടമുണ്ടാക്കാം, ഒരു ഹൈപ്പ് ഉണ്ടാക്കാം, ഒരു അവസരം കിട്ടുമ്പോൾ അവിടെ ചാടി വീഴുകയും യഥാതഥമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്ന ഇത്തരം രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പുകൾ ന്യൂജൻസി അല്ലെങ്കിൽ ജെൻസി എന്ന് പറയുന്ന പിള്ളേർ തിരിച്ചറിയും. അതുകൊണ്ടൊന്നും ഇന്ത്യൻ രാഷ്ട്രീയം രക്ഷപ്പെടട്ടെ. തീർച്ചയായും. അപ്പോൾ രാഷ്ട്രീയമായ നിലപാടുകൾക്കും കാഴ്ചപ്പാടുകൾക്കും മാറ്റം ഉണ്ടാവട്ടെ.